അങ്ങോട്ട് നോക്ക്, ആരാ വന്നേക്കുന്നേ? എനിക്ക് നിന്നെ ഒരു മിസ് ചെയ്തിട്ടില്ല. നല്ല സമാധാനം ഉണ്ടായിരുന്നു. എന്താണ് സത്യങ്ങളൊന്നും വിളിച്ചു പറയല്ല. ഞാൻ എന്നോട് ഒഴിവാക്കി പോയത് തന്നെയാണ്. മണിക്കുട്ടൻ പറഞ്ഞ പോലെ ഈ ആള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അങ്കിളെ. അത് നന്നായിട്ട് സംസാരിക്കും. പിന്നെന്തേ മണിക്കുട്ടൻ അതിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? മണിക്കുട്ടനെ ആടിനെ ഒരുപാട് മിസ് ചെയ്തിരുന്നില്ലേ? എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ സ്നേഹപ്രകടനം അങ്ങനെ ആയിരിക്കും ചിലപ്പോ. മണിക്കുട്ടാ, അമ്മേനെ കണ്ടിട്ട് എത്ര ദിവസമായി? സുഖല്ലേ? എടാ ഇറങ്ങം കേട്ടവനെ, എത്ര ദിവസം എവിടെയായിരുന്നടാ? ഞാൻ ഇവിടെ തീ തിന്നാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി നിനക്ക് അറിയോടാ? അതെന്താ തീ മാത്രമേ തിന്നാനുള്ളൂ, വേറെ ഒന്നും തിന്നാനില്ലേ? എന്താ ചേച്ചി, അമ്മയ്ക്ക് വേറെ ഒന്നും തിന്നാൻ കൊടുക്കാറില്ലേ? ഇവനെന്തിനാ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ചോദിച്ചു മേടിക്കുന്നേ? ഇവൻ ഇപ്പോൾ ഇമോഷണൽ ഡ്രാമ കളിച്ചാൽ മതിയായിരുന്നു. വെറുതെ ആദ്യം തന്നെ വന്ന് എല്ലാം കൊളാക്കി. ആദ്യം തന്നെ വന്ന് കുട്ടൂസിനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ആരും ഇവന്റെ അടുത്ത് ഒന്നും ചോദിക്കില്ലായിരുന്നു. ഇതിപ്പോ ആകെ പോയ മട്ട. മോനെ മണിക്കുട്ട, എവിടെയായിരുന്നടാ ഇത്രയും ദിവസം? ചേച്ചി, ഞാനൊരു പിക്നിക്കിന് പോയതാന്ന് കൂട്ടിക്കൂടായിരുന്നു അങ്ങക്ക്. എടി ബാനു, മുമ്പിൽ ഇങ്ങോട്ട് നിക്ക്. ഞാൻ ചോദിക്കേണ്ട രീതിക്ക് അവന്റെ അടുത്ത് ചോദിച്ചോളാം. എടാ പറയടാ, എവിടേക്കാണാ നീ കുട്ടൂസിനെയും കൊണ്ട് പോയത്? എന്ത് കാണാൻ പോയതാ നീ? അമ്മേ, ആക്ച്വലി കഥ എന്താണെന്ന് വെച്ചാൽ, നിന്റെ ഈ ഓവർ ആക്ടിങ് അത് നിർത്തിക്കാട്ടാ. എന്നെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കണ്ട. നിനക്കത് കിട്ടും എന്റെ കയ്യിൽ നിന്ന്. ഇവരുടെ മുമ്പിൽ വെച്ചൊക്കെ അത് കിട്ടും. അത് നേരത്തെ ടൗണിൽ നിന്ന് വന്ന പയ്യനല്ലേ? കൂടെ ഏതോ ഒരു കൊച്ച്. അമ്മേ, അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സാ? അതമ്മേ. എന്നെ അയച്ചു വിട്ടത് ആ സ്ത്രീയുടെ കയറിൽ നിന്ന്. അതെ, കുട്ടൂസിന് എനിക്ക് തിരിച്ചു കിട്ടാൻ കാരണം ഇവർ രണ്ടാളുമാണ്. ഇവർ രണ്ടാളും ഉണ്ടായതുകൊണ്ടാ ഞമ്മക്ക് നമ്മളെ കുട്ടൂസിനെ തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ ഇവരെ കൊണ്ടേ വിറ്റീന്ന്. ഞാനല്ല, ആ പുടിച്ചു വെച്ച സ്ത്രീ. പക്ഷെ കുട്ടൂസ് പറഞ്ഞ കഥയില് ഈ രണ്ട് കഥാപാത്രങ്ങളും ഇല്ലല്ലോടാ. ഇവനാണോടാ നിന്നെ അയച്ചിട്ടത്? എന്താ സംഭവിച്ചത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഓരെന്നാളെ നമ്മളെ പേരേക്ക് വിളിച്ചു വരുത്തി. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഓരോ നമ്മളെ പേരേക്ക് വിളിക്കേ. അയ്യോ, ടൗണിലുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല മോനെ. അമ്മ, ടൗണിലില്ലേ ഈ ബിരുദന്മാര് മാത്രോ അല്ലാതെ വൃത്തിട്ടവര് മാത്രല്ല, നല്ല സ്വഭാവമുള്ളവരും ഉണ്ട്. ഇല്ല മോനെ, ഓരെ പറഞ്ഞയച്ചാളാ. ഒരാൾക്കാര് ശരിയില്ല. ടൗണിലുള്ള ആരും ശരിയല്ല മോനെ. അമ്മേ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നല്ലവരും ചീത്തവരും ഇല്ലേ? അതുപോലെ ടൗണിലും കാണും നല്ലതായിട്ടുള്ളവരും ചീത്തയായിട്ടുള്ളവരും. ടൗൺ എന്ന് പറഞ്ഞ രാക്ഷസന്മാരുടെ സ്ഥലമൊന്നുമല്ല. അവിടെയും ജീവിക്കുന്നത് മനുഷ്യന്മാർ തന്നെയാ. നമ്മളെക്കാളും വിദ്യാഭ്യാസവും ബുദ്ധിയും കുറച്ച് കൂടുതലാ. അതുകൊണ്ട് അവരധികമായി പ്രവർത്തിക്കും. അല്ലാതെ അവര് രാക്ഷസന്മാരൊന്നും അല്ല. ഈ രണ്ട് മക്കളെ നമ്മുടെ വീട്ടിൽ ഇന്നൊരു രാത്രി നിർത്തിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? നമ്മുടെ കുട്ടൂസിന്റെ ജീവനോടെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ രണ്ട് മക്കളല്ലേ? അതമ്മ മറക്കരുത്. പോരാത്തതിന് നമ്മുടെ മണിക്കുട്ടന്റെ ക്ലോസ് ഫ്രണ്ട്സും. മണിക്കുട്ടന് നമ്മുടെ നാട്ടിൽ തന്നെ അധികം കൂട്ടുകാരൊന്നുമില്ലല്ലോ. നോക്ക്, ആ പയ്യനൊക്കെ മണിക്കുട്ടന് വേണ്ടി എത്രയാ കഷ്ടപ്പെട്ടത്. അവരെ വീട്ടിലോട്ട് ക്ഷണിക്കമ്മേ, എന്നിട്ട് അവരെല്ലാ കഥയും വിശദീകരിച്ച് പറഞ്ഞു തരും. പക്ഷേ ഇല്ല, അവരെ അമ്മ ക്ഷണിച്ചേ. മോനെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നോളൂ. വേണ്ട ആന്റി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചു പോവാ. എന്തായാലും മണിക്കുട്ടന് അവന്റെ കുട്ടൂസിനെ തിരിച്ചു കിട്ടിയല്ലോ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല. അതെ, ഞങ്ങൾ കാട്ടിലൂടെ തിരിച്ചു പൊക്കോളാം. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അയ്യോ, ഈ സമയത്ത് ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട മോനെ. വാ, അകത്തേക്ക് ഇരിക്ക്. ഇന്നൊരു രാത്രി ഇവിടെ തങ്ങിട്ട് പോകാം. മനസ്സിലായോ മോനെ? എന്തിനാ ആന്റി ഇത്ര കഷ്ടപ്പെട്ട് എന്റെ അടുത്ത് സ്റ്റൈലായി സംസാരിക്കാൻ ശ്രമിക്കുന്നത്? ആന്റി എങ്ങനെയാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. രണ്ട് മക്കളും അകത്തേക്ക് ഇരുന്നാട്ടെ. എനിക്ക് ടൗണിൽ ആരെയും കാണുന്നത് ഇഷ്ടമല്ല. അമ്മേ, എന്താടാ നീ കാരണം നമ്മുടെ വീട്ടിലെ ടൗണത്തോട് കേറി? സമാധാനായില്ലേ? അമ്മേ, അതല്ല, അമ്മ നാളെ ബിരിയാണി ഉണ്ടാക്കൂ രാവിലെ. രാവിലെ തന്നെ ബിരിയാണിയാ? നിനക്ക് എന്തുവാടാ, ഭ്രാന്താണാ?
അമ്മേന്റെ ബിരിയാണി അടിപൊളിയാന്ന് ഒരിടത്തൊക്കെ പറഞ്ഞു. ഞാൻ ബെറ്റ് വെച്ചിരുന്നു, ബ്രസീൽ തോറ്റു കഴിഞ്ഞാലേ സോറി ബ്രസീൽ ജയിച്ചു കഴിഞ്ഞാലേ ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നേ. ഓ വല്ലാത്തൊരു കഷ്ടം. എന്നോട് പറയാതെ ബെറ്റ് വെക്കാനൊക്കെ പറഞ്ഞത്? അടുത്ത അർജന്റീന വേഴ്സസ് കാപ്പ വേർഡേക്ക് നമുക്ക് ഇതേപോലെ തന്നെ എന്താക്കാ ബെറ്റ് വെക്കാം. ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ ആലോചിക്കാം. പിന്നെ ഇല്ല അമ്മേ, നാളെ രാവിലെ പായസം വേണം. കുട്ടൂസിനെ തിരിച്ചു കിട്ടിയതുകൊണ്ട്. പായസം ഞാനുണ്ടാക്കാം. അതിലുള്ള സാധനങ്ങളൊക്കെ നീ നാളെ രാവിലെ പോയി കൊണ്ടുവന്ന് തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. ഓഫ് കോഴ്സ്, അതിനെന്താ പ്രശ്നം? മോൾ എത്രയിലാ പഠിക്കുന്നേ? ചേച്ചി ഞാൻ UKG-യിലാ പഠിക്കുന്നേ. ഷാനു, ആകെ അമ്മയുടെ മുറി നിന്റെ മുറി മാത്രമേ വൃത്തിയുള്ളൂ. ഇവരിന്ന് നിന്റെ റൂമിൽ കിടന്നോട്ടെ, നമുക്ക് എന്റെ റൂമിൽ കിടക്കാം. ഇവൻ എന്റെ റൂമിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവനൊരു പ്രശ്നം ഉണ്ടാക്കിയാണ്. അയ്യേ, ഈ പെണ്ണിന്റെ റൂമിലാ എന്റെ ഒരു കഷ്ടകാലം. ഈ മണിക്കുട്ടിനെ കൊണ്ട് എന്തൊക്കെ സഹിക്കണം മനുഷ്യൻ. മോളെ, നീ അവർക്ക് റൂം കാണിച്ചു കൊടുക്ക്. ആ റൂം അടിപൊളിയായിട്ടുണ്ടല്ലോ. അതെ ചേച്ചി, ശരിക്കും നല്ല പിൻട്രസ്റ്റ് വൈബ് റൂം. എടോ, പിന്നെ നമ്മള് ഇന്നലെ ഉണ്ടായ പ്രശ്നം ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. എന്റെ റൂമിലൊന്നും കേട് വരുത്തൊന്നും ചെയ്യരുത്. ഏയ്, ഞാൻ അത്രക്കാരനല്ല. നിന്റെ സ്വഭാവം ഒന്നും എനിക്കില്ല. മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അവരുടെ റൂം നശിപ്പിക്കാനൊക്കെ നിങ്ങളെ പോലെയുള്ള ലോക്കൽസിന്റെ പരിപാടിയാ. താനെന്താ ഉദ്ദേശിച്ചത്? ഞാനാ ടൈപ്പാണെന്നോ? ദേ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഓ, എന്ത് മര്യാദ? നിന്റെ മര്യാദക്ക് ഞാൻ ഇന്നലെ കണ്ടു. അപ്പൊ അതിനെന്ത് വേണോ? എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാ, മനസ്സിലായോ? ഓ തമ്പുരാട്ടി, മനസ്സിലായി. ഇനി പോയി തന്നാലും ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ. പിന്നെ താങ്ക്സ്. ഓ താങ്ക്സോ? അതെന്തിനാ? നിങ്ങൾ കാരണമല്ലേ കുട്ടൂസും മണിക്കുട്ടനും സേഫ് ആയിട്ട് ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് മാത്രം, വേറെ ഒന്നിനും നിങ്ങളോട് എനിക്ക് താങ്ക്സ് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓ തമ്പുരാട്ടി പോയാലും. അതല്ല, നിങ്ങൾ ടൗണിൽ എവിടെയാ പഠിക്കുന്നത്? മാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില്. ഓ, മാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ? അതെ, എന്തേ? എനിക്ക് അവിടെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അമ്മ എന്നെ ഇവിടുന്ന് വിടില്ല. എനിക്ക് ഡ്രീമാണ് അവിടെ പഠിക്കാന്നുള്ളത്. ഓ, അതെന്താ വിടാത്തത്? നിന്റെ സ്വഭാവം കൊണ്ടായിരിക്കും. ഒന്നുമല്ല, നിങ്ങൾ കണ്ടപ്പോ തന്നെ എന്റെ അമ്മയുടെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ. എന്റെ അമ്മയ്ക്ക് ടൗണിലുള്ളവരൊന്നും ഇഷ്ടമല്ല, ടൗണും ഇഷ്ടമല്ല. ഓ പിന്നെ ഞങ്ങൾ ടൗണിലുള്ളവർ നിങ്ങളെ പിടിച്ച് തിന്നോ? ഓ അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ കഥയില് നിങ്ങൾ അമ്മ എന്താ ചെയ്തത്? അതുപോലത്തെ ആളുകളെയാ എന്റെ അമ്മയ്ക്ക് പേടി. ഹലോ, എന്റെ അമ്മ എങ്ങനെ ആയിക്കോട്ടെ, എന്റെ അമ്മ നിങ്ങൾ കുറ്റം പറയാൻ നിൽക്കണ്ട. ഓ, ഞാൻ ആരുടെ അമ്മമാരെ കുറ്റം പറയാൻ വന്നതല്ല. ഞാൻ ടൗണിലുള്ളവരെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. പോയിട്ടോ, നിങ്ങളൊന്ന് ഉറങ്ങിക്കോട്ടെ. നാളെ രാവിലെ ഇവിടുന്ന് ഓടണം. പിന്നെ നിങ്ങളെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. ഹലോ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നേ? നിനക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ടോ? മോളെ, നിന്റെ അങ്കിളുമായിട്ട് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നൊന്നും കേട്ട് നീ ഒന്നും വിചാരിക്കരുത് കേട്ടോ. നീ ഇവിടെ നിന്നോ, എന്റെ അങ്കിളിനെ പറഞ്ഞയച്ചോ. മോളെ, നിന്റെ അങ്കിളിനോട് ഞാൻ പറയുന്നൊന്നും കേട്ടിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. എന്താ ഇവിടെ നടക്കുന്നേ? അങ്കിളേ, നീ അതും നോക്കണ്ട, അവക്ക് ഭ്രാന്ത. വാ മിനിമോളെ, നമുക്ക് ഉറങ്ങാം. ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഹലോ, കണ്ടില്ലേ എവിടെ നോക്കിട്ട് നടത്തുന്നേ? സോറി, ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യ ഭ്രാന്ത് പിടിച്ച് നിൽക്കാം. അപ്പൊ ഇങ്ങനെ ഓരോന്ന് വന്നേക്കും. ഹലോ, ഞാനൊന്നും അറിയാൻ തട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ കുറച്ച് ഹാൻഡ്സം ആണെന്ന് കരുതി ഇത് തട്ടിയിടാൻ നിൽക്കുന്നു. വായ തുണി ഒന്ന് വിളിച്ചു പറയാൻ നിൽക്കരുതേ, എന്റെ സ്വഭാവം ഒന്ന് മാറും. ഓ അങ്കിളെ, രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ. പിന്നെന്തിനാ അങ്കിളെ ആ ചേച്ചിയെ മാത്രം കുറ്റപ്പെടുത്തുന്നേ? ഓ, നീ അവളുടെ സൈഡാണല്ലേ. വാ നമുക്ക് ഉറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഓടണം. അവളുടെ മുഖം ഇനി എനിക്ക് കാണാൻ വയ്യ.